A+2 സ്വാഗതം. ഭൂമി തരം മാറ്റവുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റിംഗ് ആണ് ഇന്നത്തേത്. പല വിഷയങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ എപ്പിസോഡുകളായി ചെയ്തിട്ടുണ്ട്. അതുപോലെ അപ്ഡേഷനും പല എപ്പിസോഡുകളായി ചെയ്തിട്ടുണ്ട്. ഭൂമി തരം മാറ്റം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഈ ചാനലിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്നായി ഞങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ബിൽഡിംഗ് റൂൾസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, ടാക്സേഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, അത് ലക്ഷറി ടാക്സ് ആയാലും അതുപോലെ പ്രോപ്പർട്ടി ടാക്സ് ആയാലും ബിൽഡിംഗ് ടാക്സ് ആയാലും ഇതെല്ലാം ഉൾപ്പെടുന്ന വിഷയങ്ങൾ പലപ്പോഴായി പല തവണകളായി ചെയ്തിട്ടുണ്ട്. ക്ഷേമ പെൻഷൻ, ലൈഫ് പെൻഷൻ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അപ്ഡേഷൻ എന്ന് പറയുന്നത് ഒരു ഫോളോ അപ്പാണ്. എന്ന് വെച്ചാൽ എന്താണ് ഇപ്പോഴത്തെ സ്ഥിതി എന്നറിയാൻ ഈ തരം മാറ്റത്തിന് അപേക്ഷ കൊടുത്ത് കാത്തിരിക്കുന്നവർക്കും പുതിയതായി അപേക്ഷിക്കുന്നവർക്കും ആഗ്രഹമുണ്ടാവും. ഇപ്പോൾ എന്താ സ്റ്റേജ്, കൊടുത്താൽ ഉടനെ കിട്ടുമോ? നിരവധി കമൻറ്റുകളാണ് വരുന്നത്. അപേക്ഷ കൊടുത്തിട്ടുണ്ട്, എന്ന് കിട്ടും എന്ന ചോദ്യം ഒരുപാടുണ്ട്. അതിനൊക്കെ പലവട്ടം പല മറുപടികളും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയം, എത്ര അപേക്ഷകൾ പെൻഡിങ് ഉണ്ട്, ആ അപേക്ഷകൾ പെൻഡിങ് ആകുന്നതിൻ്റെ ഒരു കാരണം എന്താണ്, അത് ഉടനെ എങ്ങാനും ആ അപേക്ഷകളുടെ തീർപ്പാക്കൽ നടക്കുമോ? ഇതൊക്കെ ഉൾപ്പെടുത്തിയ എപ്പിസോഡാണ് ഇന്നത്തേത്. ചില വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്, പുതിയ വിവരങ്ങൾ, അത് നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. അതാണ് ഈ അപ്ഡേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആദ്യം നമുക്ക് നോക്കാം. ഇന്നലെ വരെ ലഭിച്ച അപേക്ഷകളുടെ എണ്ണം 4,35,974 അപേക്ഷകളാണ് സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം വരെ ലഭിച്ചത്. ഓർക്കുക, ഒരു ദിവസം ഏകദേശം 400-ൽ പരം പുതിയ അപേക്ഷകൾ ലഭിക്കുന്നുണ്ട് എന്നാണ് കണക്ക്. ഇപ്പോൾ ലഭിച്ചത് 4,35,974 കഴിഞ്ഞ ദിവസം വരെ സ്റ്റേറ്റിലുടനീളമായി ലഭിച്ച അപേക്ഷകളാണ്. അതായത് ഒറ്റ ദിവസം കൊണ്ടല്ല, ഇതുവരെയായി അപേക്ഷിച്ച കഴിഞ്ഞ ദിവസം വരെയാകുമ്പോൾ ലഭിച്ച എണ്ണമാണ് ഞാൻ പറഞ്ഞത്. എത്രയാണ് ഇതിൽ പെൻഡിങ് ഉള്ളതെന്നും കൂടെ നിങ്ങൾക്കറിയാൻ ആഗ്രഹമുണ്ടാകും. അത് 2,67,900 അപേക്ഷകൾ സംസ്ഥാനത്ത് ഉടനീളം ഇപ്പോൾ പെൻഡിങ്ങിലാണ്. ഈ പെൻഡിങ് ആയതിൻ്റെ കാരണം സംബന്ധിച്ച് ഒരു റവന്യൂ അവലോകനത്തിൽ അടുത്ത ദിവസം ബോധ്യപ്പെട്ട കാര്യം, സബ് കളക്ടേഴ്സ് എല്ലാം തന്നെ വളരെ ജൂനിയർ ആയ IAS ഉദ്യോഗസ്ഥനാണ്. ആ ഉദ്യോഗസ്ഥർക്ക് ഈ നിയമം സംബന്ധിച്ച് വലിയ പരിചയവും പിടിപാടും ഒന്നുമില്ല. ഈ നിയമം വന്ന 2008 മുതൽ നമുക്ക് ഈ ചട്ടങ്ങൾ സംസ്ഥാനത്ത് നിലവിൽ വന്നിട്ടുണ്ട്. ഇത് വളരെ സൂക്ഷ്മതയോടുകൂടി പരിശോധിച്ചിട്ടാണ് ഓരോ കാര്യങ്ങളും ഇതിനകത്ത് ഡിസ്പോസ് ചെയ്യാനുള്ളത്, ഓരോ അപേക്ഷകളും. ഈ അപേക്ഷകളെ സംബന്ധിച്ച് ശരിയായ രീതിയിലുള്ള തീർപ്പാക്കൽ, ഫിസിക്കൽ വെരിഫിക്കേഷൻ ഉൾപ്പെടെ, അതായത് സ്ഥലപരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ട്. അപ്പോൾ പലപ്പോഴും പുതിയ സബ് കളക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യത്തിൽ വലിയ പ്രാവീണ്യമില്ല എന്നതാണ് റവന്യൂ വിഭാഗം ഇപ്പോൾ വിലയിരുത്തിയത്. കാരണം ഈ പെൻഡിങ് കൂടാൻ കാരണം ഡിസ്പോസൽ ശരിയായ രീതിയിൽ നടക്കാത്തതിന് അവർ കണ്ടെത്തിയ കാര്യങ്ങളിൽ ഒന്നാണ് ഈ പ്രശ്നം. അതായത് സബ് കളക്ടേഴ്സ്, പുതിയ സബ് കളക്ടേഴ്സിൻ്റെ കാര്യത്തിലാണ് പലപ്പോഴും ഇത് സംഭവിച്ചു എന്നുള്ളതാണ് ഈ കൂടുതൽ പെൻഡിങ് ആയതിൻ്റെ കാരണം. ഇപ്പോൾ 2.5 ലക്ഷത്തോളം അപേക്ഷകൾ സംസ്ഥാനത്തുടനീളം പെൻഡിങ് ആയി കിടപ്പുണ്ട്. 2.5, ഇടയ്ക്കൊരു അദാലത്ത് വെച്ച് കുറേ അപേക്ഷകളൊക്കെ തീർപ്പാക്കിയെങ്കിലും പൂർണ്ണമായ തീർപ്പാക്കൽ ഉണ്ടായിട്ടില്ല. അത് ഇപ്പോഴും പെൻഡിങ് കൊണ്ട് മൊത്തം 2.5 ലക്ഷം അപേക്ഷകളാണ് കിടക്കുന്നത്. ഇനി വേറൊരു കാര്യം നിങ്ങൾ അറിയാനുള്ളത്, RDOയ്ക്ക് ഉള്ള അധികാരം, നേരെ 27 RDOമാർ നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ട്. അതിൽ 16-ലും പുതിയ സബ് കളക്ടേഴ്സ് ആണ് ചുമതലക്കാരായിട്ടുള്ളത്. കാരണം അങ്ങനെ വരുമ്പോൾ ആ സ്ഥലങ്ങളിലൊക്കെ തന്നെ ഈ അപേക്ഷകൾ കെട്ടിക്കെടുക്കാൻ തുടങ്ങും. പലരും പെട്ടെന്ന് ഡിസ്പോസ് ചെയ്യുന്ന കാര്യത്തിൽ അമാന്തം വരും. അവർക്ക് പഠിക്കണം, മനസ്സിലാക്കണം, ഉൾക്കൊള്ളണം. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഒരു ഡിലേ ഉണ്ടാകുന്നു എന്നുള്ളതാണ് വിലയിരുത്തൽ. പുതിയ ബാച്ചുകാർ പലരും തന്നെ, അതായത് പുതിയ സബ് കളക്ടേഴ്സായി വന്ന IASകാരിൽ പലരും നമ്മുടെ സ്റ്റേറ്റുകാരുമല്ല. അവരെല്ലാം അന്യ സംസ്ഥാനത്തു നിന്നും വന്ന, ആ കേഡറിൽ വന്ന, അതർ സ്റ്റേറ്റ്സ് കേഡറിൽ വന്ന IASകാരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ നിയമം നമ്മുടെ കേരളത്തിൻ്റെ കാര്യങ്ങളുമായി ഒന്ന് പൊരുത്തപ്പെട്ട് വരേണ്ടതുണ്ട്. അത് കാരണം അവർക്ക് അതിനേക്കാളും ഈ ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ അവഗാഹമില്ല എന്നും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്.
ഈ മറ്റൊരു കാര്യം നമുക്ക് പറയാനുള്ളത്, പഴയ ആർ ഡി ഒമാർ വളരെ വേഗത്തിൽ തന്നെ കാര്യങ്ങൾ ഡിസ്പോസ് ചെയ്യും, നേരത്തെ പരിചയസമ്പന്നരായതുകൊണ്ട്. പുതിയ ആർ ഡി ഒമാർ പരിചയസമ്പന്നതയില്ല, അതുകൊണ്ട് തന്നെ അവർക്കിത് പെട്ടെന്ന് തീർപ്പാക്കുന്ന കാര്യത്തിൽ ഒരു ഭയമാണ് അവർ കാട്ടുന്നത് എന്നാണ് റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നത്. പെട്ടെന്നൊന്നും അവർ തീരുമാനമെടുക്കില്ല. ഇത് എങ്ങനെ എന്നുള്ള കാര്യത്തിൽ അവർക്ക് വലിയ നിശ്ചയവും പോരാ. എസുകാരാണെങ്കിലും ഒരു വിഷയത്തിലേക്ക് അവർ കൂടുതൽ പഠിച്ച് മനസ്സിലാക്കി വരുന്നത് കുറേ സമയമെടുക്കും. അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ഒരു സമയ ദൗർലഭ്യം ഉണ്ട്. ഡിസ്പോസലിൻ്റെ കാര്യത്തിൽ വളരെയധികം കാര്യങ്ങൾ സംഭവിക്കുന്നത്, ഡിലേ സംഭവിക്കുന്നത് ഇതൊക്കെ കൊണ്ട് തന്നെയാണ്. ഫോർട്ട് കൊച്ചിയിൽ ഇപ്പോൾ എത്ര പെൻഡിങ് ഉണ്ടെന്ന് നിങ്ങൾക്കറിയണ ആഗ്രഹമുണ്ടെങ്കിൽ 58,023 അപേക്ഷകൾ ഇപ്പോഴും പെൻഡിങ്ങിലാണ്. തൃശ്ശൂരിലാണെങ്കിൽ 20,647 അപേക്ഷകൾ പെൻഡിങ്ങിലാണ്. ഇനി കോഴിക്കോടാണെങ്കിൽ 21,300 അപേക്ഷകൾ ഇപ്പോഴും പെൻഡിങ് ആണ് എന്ന് മനസ്സിലാക്കുക. എന്തായാലും ഈ വിഷയത്തിൽ വളരെ വ്യാപകമായ പരാതികൾ ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം കഴിഞ്ഞാൽ ഉടനെ ഈ റവന്യൂ വകുപ്പ് മന്ത്രി തന്നെ ഒരു അടിയന്തര യോഗം വിളിച്ചിട്ടുണ്ട്. ആ അടിയന്തര യോഗത്തിൽ ആർ ഡി ഒമാരും സബ് കളക്ടേഴ്സും നിർബന്ധമായി പങ്കെടുക്കാൻ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അപ്പോൾ അത് യോഗം കൂടിയാലും കാര്യം നടത്തേണ്ടത് ഈ വകുപ്പ് മേലധികാരികളാണ്. അപ്പോൾ മന്ത്രിക്ക് നിർദ്ദേശം കൊടുക്കാം, പക്ഷേ ഇവരിത് നടപ്പാക്കണം. അതിനുള്ള വേഗത ഇനി ഉണ്ടാകുമോ എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, 78 ഡെപ്യൂട്ടി കളക്ടർമാർക്ക് ഈ തരം മാറ്റവുമായി ബന്ധപ്പെട്ട അപേക്ഷകൾ തീർപ്പാക്കാനുള്ള അധികാരം നൽകേണ്ടതായ ഉത്തരവ് ഗവർണർ ഒപ്പുവച്ചിട്ടുണ്ട്. ഗവർണർ ഒപ്പുവെച്ച തീയതി ഓഗസ്റ്റ് 27-നാണ് ഗവർണർ അത് ഒപ്പുവെച്ച് തിരിച്ച് സർക്കാരിന് കൊടുത്തിട്ടുള്ളത്. പക്ഷേ അങ്ങനെ ആണെങ്കിൽ കൂടി ഈ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം അവസാനിച്ചതിന് ശേഷം മാത്രമേ ഇവർക്ക് ഉത്തരവ് കൊടുക്കുകയുള്ളൂ. ഉത്തരവ് പെൻഡിങ് ആണ്. ആ ഉത്തരവ് കൊടുത്താൽ വേഗത്തിലാകുമോ എന്ന് ചോദിച്ചാൽ ഒരു നിഗമനം, മഴക്കാലം വരാൻ പോവുകയാണ്. ജൂൺ മുതൽ മഴക്കാലം വ്യാപകമാകും. മഴക്കാലം വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജോലിഭാരം വരുന്ന ഒരു വിഭാഗമാണ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ഈ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഫീൽഡിലേക്ക് പോകും. മഴക്കെടുതികൾ അടിയന്തരമായി പരിഹരിക്കുന്നതിന് സർക്കാർ ഇവരെ നിയോഗിക്കും. ഇവരൊക്കെ കൂട്ടത്തോടെ തന്നെ അങ്ങനെയുള്ള ജോലിയിൽ വ്യാപൃതരാകും. മഴ തീരുന്നതുവരെ അവർ ഫ്രീ ആവില്ല എന്ന് ചുരുക്കം. അങ്ങനെ വരുമ്പോൾ ഈ പെൻഡിങ് പുതിയ 78 ഡെപ്യൂട്ടി കളക്ടർമാർക്ക് അധികാരം കിട്ടി എന്നതുകൊണ്ട് മാത്രം ഇത് വേഗത്തിലാകുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം റവന്യൂ ഉദ്യോഗസ്ഥരുടെ ജോലിഭാരം ഈ വരുന്ന 1-2 മാസം വർദ്ധിക്കും എന്നുള്ളത് കൊണ്ടാണ്. എന്തായാലും ഇതാണ് ഇപ്പോൾ അപ്ഡേഷനായി നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഉള്ളത്. അപേക്ഷിച്ചവരും അപേക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നവരുമൊക്കെ ഈ വിവരം അറിഞ്ഞിരിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഈ എപ്പിസോഡുകൾ അപ്ഡേറ്റായി നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. ഇത്തരം വിവരങ്ങൾ ലഭ്യമാകുന്ന മുറയ്ക്ക് നിങ്ങളുടെ ശ്രദ്ധയിൽ ഈ ചാനൽ കൊണ്ടുവരുന്നതാണ്.